എഴുതിക്കോ. Two particles A and B, two particles A and B of masses, two particles A and B of masses m and 2m, m and 2m have charges q and 2q respectively. Two particles A and B of masses m and 2m have charges q and 2q respectively. Both of these particles moving with the velocities, v1 and v2, both of these particles moving with the velocities v1 and v2 respectively in the same direction, enter the same magnetic field B, acting normally to their direction of motion. Same magnetic field B acting normally to their direction of motion. If the two forces FA and FB, FA and FB acting on them are in the ratio of 1:2, find the ratio of their velocities. Simple question ആണ്, വേഗം സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. Two particles A and B of masses m and 2m have charges q and 2q respectively. Both of these particles moving with the velocities v1 and v2 respectively in the same direction, enter the same magnetic field B acting normally to their direction of motion. If the two forces FA and FB acting on them are in the ratio of 1:2, find the ratio of their velocities. വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് എഴുതിക്കുക, എന്നിട്ട് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. Two particles, രണ്ട് പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. മാസ് തന്നിരിക്കുന്നത് m and 2m എന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഹാവിങ് ചാർജസ്, ഇതിന്റെ ചാർജ് തന്നിരിക്കുന്നത് q and 2q, ചാർജും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ബോത്ത് ഓഫ് ദിസ് പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് വെലോസിറ്റി v1 and v2. അപ്പൊ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, പാർട്ടിക്കിളിന്റെ മാസ് ആണ് m and 2m, ചാർജ് q and 2q ആണ്. ബോത്ത് ഓഫ് ദിസ് പാർട്ടിക്കിൾസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v1 and v2. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? v1 and v2 respectively in the same direction enter the magnetic field B acting normally to the direction of motion. If the two forces FA and FB acting on them are in the ratio of 1:2. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. FA is to FB equal to 1:2 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, അല്ലെ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കണക്ട് ചെയ്യുക. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്. ഒരു ചാർജ് നിങ്ങൾ ആലോചിക്കുക, ഒരു ചാർജ് ആ പറഞ്ഞ കണ്ടീഷൻ വെച്ച് ആലോചിക്കുക. ഒരു ചാർജ് ഒരു പ്ലേസിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ അവർ പറഞ്ഞേക്കുന്നത്. രണ്ട് ബോഡി ഉണ്ട്, ആ രണ്ട് ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ m and 2, അപ്പൊ m and 2m എന്ന് പറഞ്ഞ രണ്ട് പാർട്ടിക്കിൾസ് ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് ചെയ്യും? ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അപ്പൊ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതിന്റെ വെലോസിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ഫോഴ്സിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു ചാർജില്
ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി അതിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ചാർജ് ആലോചിച്ച് കറക്റ്റ് ആയിട്ട് പറയണേ. ഇവിടെ ഇതൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തെറ്റിപ്പോവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചാർജിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൂവ് ചെയ്യുന്ന ചാർജിന് എന്തും കൂടി ഉണ്ടാവും, അതിന് മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബോഡി മൂവ് ചെയ്യാണ്, ആ മൂവ് ചെയ്യുന്ന ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്, അതിനൊരു ചാർജ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷന് പറയുന്ന പേരെന്താ? ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാം ഡയറക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് എമ്മിന്റെയും 2mm ആവശ്യമുണ്ടോ? ഇല്ല, അത് അവിടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിയുമ്പോഴത്തേക്കും എമ്മും 2mm കൺസിഡർ ചെയ്യും, പക്ഷെ ബി നിങ്ങൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ ആ ചാർജ്, ആ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്ത ആ ഫോഴ്സിന്റെ എഫക്റ്റിൽ അത് മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തും കൂടി പ്രൊഡ്യൂസ് ആവും, മാഗ്നറ്റിക് ഫീൽഡും കൂടെ വരും. അതാണ് ഇവിടെ ആലോചിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പൊ എഫ് എ ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇനി എഫ് ബി ഈക്വൽ ടു ക്യൂവിന്റെ വാല്യൂ എത്ര എടുത്തതിന്റെ? 2q ഇൻറ്റു v2 b സൈൻ തീറ്റ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, ഞാൻ എന്തുകൊണ്ട് v1 v2 എന്നൊക്കെ എടുത്തു, പക്ഷെ v1 v2 ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല? അത് എന്ത് സെയിം മാഗ്നറ്റിക് ഫീൽഡ്, അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സെയിം ഡയറക്ഷൻ എൻ്റർ ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ് എന്നാ പറയുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുമെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ വരും? സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് റേഷ്യോ എടുത്ത് സോൾവ് ചെയ്താൽ മതിയില്ലേ? എഫ് എയുടെ ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ 1/2 ഈക്വൽ ടു, ജസ്റ്റ് സോൾവ് ചെയ്യുക, കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി v1 is to v2 എത്രയാന്ന് പറയും. One is to one കിട്ടിയില്ലേ? എഫ് എ ബൈ എഫ് ബി ഈക്വൽ ടു v1 is to v2 equal to 1 is to 1. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ, എഴുതി കഴിഞ്ഞിട്ട് എഴുതണേ. എഴുതി മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് സോൾവ് ചെയ്തൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ, തെറ്റിക്കരുത്. ഞാൻ അടുത്ത എഴുതിക്കോ. An electron moving horizontally with a velocity of 4 into 10 raised to 4 meter per second. An electron moving horizontally with a velocity of 4 into 10 raised to 4 meter per second enters a region of uniform magnetic field of 10 raised to minus 5 Tesla acting vertically upward as shown in the figure. Draw its trajectory
draw its trajectory and find out the time. Draw its trajectory and find out the time it's take to come out. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞ ലക്ഷ്മി അവിടെ എഴുതി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ. An electron moving horizontally, an electron moving horizontally with a velocity of, an electron moving horizontally with a velocity of 4 into 10 raised to 4 meter per second, 4 into 10 raised to 4 meter per second, enters a region of, enters a region of, enters a region of uniform magnetic field, enters a region of uniform magnetic field of 10 raised to minus 5 Tesla, of 10 raised to minus 5 Tesla, acting vertically upward, acting vertically upward as shown in the figure. Acting vertically upward as shown in the figure. Draw its trajectory. Draw its trajectory and find out the time. And find out the time. And find out the time it takes to come out of the region. It takes to come out of the region of magnetic field. It takes to come out of the region of magnetic field. When ചെയ്തേ an electron moving horizontally with a velocity, ഒരു ഇലക്ട്രോൺ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു, വെലോസിറ്റി തന്നിട്ടുണ്ട്, and enters a region. അപ്പൊ നോക്കിക്കേ ഈ ഫിഗർ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതാണ് കൊടുത്തേക്കുന്നത്. ഇലക്ട്രോൺ എങ്ങോട്ടാണ് മൂവ് ചെയ്ത് വന്ന് കയറുന്നത്? ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4 into, ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ആ ഇലക്ട്രോൺ മൂവിങ് ആണ്, അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 4 into 10 raised to 4 meter per second വെലോസിറ്റിയിൽ വന്ന് ഇത് എങ്ങോട്ടാ കയറുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് റേഞ്ചിലേക്ക് കയറണം. അപ്പൊ ആലോചിച്ച് നോക്കുക അതിന്റെ ട്രാജക്ടറി, ഇതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടില്ലേ? enters a region of uniform magnetic field 10 raised to minus 5 Tesla acting vertically upward as shown in the figure. ഇനി ഇവിടെ നിന്ന് നമ്മൾ ട്രാജക്ടറി വരക്കണം, അതുപോലെ തന്നെ ടൈമും കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ട്രാജക്ടറി വരച്ചിട്ട് ടൈം കണ്ടുപിടിക്കാം നമുക്ക്. ഞാൻ ചെയ്ത ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്താ? എത്ര പറഞ്ഞ? 9.1 into 10 raised to minus 31. 31. നിങ്ങൾക്ക് ഇതൊക്കെ തരുമല്ലേ, അതുകൊണ്ടാണല്ലേ പഠിച്ചു വെക്കാത്തത്. നല്ലതാ. വെർട്ടിക്കലി അപ്വേർഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺ വെർട്ടിക്കലി അപ്വേർഡ് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഡയറക്ഷനിലാണ് അതിന്റെ ട്രാജക്ടറി വരുന്നത്? റഫ് ആയിട്ട് ഒന്ന് ട്രാജക്ടറി വരച്ചേ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇലക്ട്രോൺ എൻട്രി മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി അപ്വേർഡ് പോകും. An electron moving horizontally with a velocity enter a region of uniform magnetic field acting vertically upward as shown in the figure. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊടുത്തിരിക്കുന്നു, പക്ഷെ ഇലക്ട്രോണിനല്ലേ പാത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലടാ, നമ്മൾ നേരത്തെ ഇതിന്റെ കണ്ടീഷൻ പഠിച്ചിട്ടില്ലേ? ഒരു ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്യാന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടെ കണ്ടതേ പാത്ത് ഞാൻ തന്നെ പറഞ്ഞു പോകാ പ്രശ്നം. പാത്ത് മനസ്സിലായി എങ്ങനെ വരും? ഫുൾ സർക്കിൾ ആകുമോ? അതെ, കറക്റ്റ്, അത്രേ ഉള്ളൂ. ഇനി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇത് നോക്കിക്കേ, പാത്ത് എങ്ങനെയായിരിക്കും വരിക? എങ്ങനെ വരും? ഇവിടെ വന്ന ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെ പോകും പാത്ത്? ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ നമുക്കൊരു സെമി സർക്കിൾ പോലെയല്ലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടൈം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പാത്ത് വരച്ച് ഇതിന് ചിലപ്പോ 1 മാർക്ക് 1/2 മാർക്കൊക്കെ കിട്ടുള്ളൂ.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരും? ടൈം t is equal to ഒരു സർക്കിളിന്റെ കേസ് ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ എടുക്കൂലേ, 2πr/v എന്ന് എടുക്കൂലേ. ഇവിടെ നമുക്ക് സർക്കിൾ അല്ലല്ലോ, സെമി സർക്കിൾ അല്ലേ. അപ്പൊ എന്ത് വരും? ഇതെങ്ങനെ ഇക്വേഷൻ വന്നെന്ന് മനസ്സിലായില്ലേ? നമ്മളിപ്പോ നോക്കിക്കേ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എടുക്കൂലേ, ആ രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് തന്നെ വരുന്നത് ഇവിടെ നോക്കിയാൽ മതി. ഇപ്പൊ ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ലാന്ന് വിചാരിക്ക്, ബാക്കി കിട്ടിയവര് ചെയ്തോട്ടാ. അതായത് ഇലക്ട്രോണിന്റെ പാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതിക്കുക. അത് ആദ്യം ആ സ്റ്റെപ്പ് ആദ്യം ചെയ്യാം, അതൊക്കെ നമുക്ക് പാത്ത് വരച്ചിട്ട് ചെയ്യാം. അത് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതൊക്കെ എടുത്ത് എഴുത്. വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്ര തന്നേക്കുന്ന? വെലോസിറ്റി v ഈക്വൽ ടു 4 × 10⁴ m/s. വെലോസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് b ഈക്വൽ ടു 10⁻⁵ ടെസ്ല. ഓക്കെ, പിന്നെ ഇത്ര തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമ്മളപ്പോ പാത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ, അതായത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് ഒരു ഇലക്ട്രോൺ വരുവാണെങ്കിൽ ഇലക്ട്രോൺ എങ്ങനെ ട്രാവൽ ചെയ്യും? ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ ട്രാവൽ ചെയ്യും. പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ എത്രയാവുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, പാരാബോളിക് ഷേപ്പ്, അതുപോലെ തന്നെ ഹെലിക്കൽ ഷേപ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. ജസ്റ്റ് ഒന്നിട്ട് മറിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മെറ്റീരിയൽ. ഓക്കെ, ഇത്ര ഇപ്പൊ തൽക്കാലം ഇത് ആലോചിക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിന്റെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ടൈം കണ്ടുപിടിക്കുക. ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സ്പീഡിന്റെ ഇക്വേഷൻ അറിയാം. സ്പീഡ് ഈക്വൽ ടു എന്താ പറയാ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. നമുക്ക് ടൈം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? d/v എന്ന് വരും അല്ലെ. ഇനി d കണ്ടുപിടിക്കണം. d എന്ന് പറയുന്നത് എന്താ? d എന്ന് പറഞ്ഞാൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഒരു സർക്കിളിന്റെ കേസ് എടുക്കാനാണെങ്കിൽ ഒരു സർക്കിള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക, ശ്രദ്ധിച്ച സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്ര? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ 2πr ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഇവിടെ സെമി സർക്കിൾ മതി. സെമി സർക്കിൾ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇവിടം വരെ എത്തി. അപ്പൊ എന്തൊരു 2πr ആണ് ഫുൾ സർക്കിൾ എങ്കിൽ, ഫുൾ സർക്കിളിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ 2πr എടുക്കാമെങ്കിൽ, സെമി സർക്കിൾ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 2πr/2. അപ്പൊ എന്തോന്ന് πr വന്നു. അപ്പൊ t is equal to πr/v. ഇനി ആറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറിന്റെ ഇക്വേഷൻ റേഡിയസ് ഓഫ് ആൻ ഇലക്ട്രോൺ പഠിച്ചിട്ടുണ്ട്. r is equal to mv/qb. r ഈക്വൽ ടു ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. r is equal to mv/qb. അറിയില്ലാത്തവർ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്കി മറ്റേത് നമുക്ക് എങ്ങനെയാലും ആലോചിച്ചെടുക്കാൻ പറ്റും ഡിസ്റ്റൻസ്. r is equal to mv/qb. ഇനി ആറിന്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാം തന്നിട്ടുണ്ടല്ലോ. m എത്രയാ? m എത്ര എഴുതിയേക്കണം? 9.1 × 10⁻31. പിന്നെ v ഉണ്ട്, അതുപോലെ തന്നെ b q. ജസ്റ്റ് കൊണ്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് r റേഡിയസ് ഓഫ് ഇലക്ട്രോൺ കംപ്ലീറ്റിംഗ് എ സർക്കിൾ. ലക്ഷ്മിക്ക് മനസ്സിലായോ ക്വസ്റ്റ്യൻ? πm/qb. പൈന്റെ വാല്യൂ 3.14 ഇൻറ്റു മാസ് 9.1 × 10⁻31 ഡിവൈഡഡ് ബൈ q. ന്റെ വാല്യൂ എത്ര? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ 1.6 × 10⁻90 ഇൻറ്റു ബിയുടെ വാല്യൂ എത്ര? ബി തന്നിട്ടുണ്ട് 10⁻5. വേഗം സോൾവ് ചെയ്യണേ. ജ്യോതിസ് സോൾവ് ചെയ്തിട്ട് ആൻസർ പറയട്ടാ.
ആ 17.6 into 10 raised to -7. അത്രയും കിട്ടി. കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ റെക്ടാങ്കുലർ ലൂപ്പ് ആൻസർ എത്ര കിട്ടണമെന്ന് സൈഡിൽ എഴുതിയിട്ടോട്ടെ. കിട്ടിയില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം ആൻസർ. 17.666 into 10 raised to -7. അത് കിട്ടണോട്ടെ ആൻസർ 7. ഓക്കെ, എഴുതിക്കോ. എ റെക്ടാങ്കുലർ ലൂപ്പ് of side 25 centimeter. A rectangular loop of side 25 centimeter. A rectangular loop of side 25 centimeter and 10 centimeter. Carrying a current of 15 ampere. Carrying a current of 15 ampere is placed with its longer side. Parallel to the long straight conductor.
parallel to the long straight conductor 2 centimeter apart, 2 centimeter apart, carrying a current of 25 ampere, carrying a current of 25 ampere. What is the net force on the loop? What is the net force on the loop? ഞാൻ ഒന്നുകൂടെ question വായിക്കാം. A rectangular loop of sides 25 centimeter, a rectangular loop of sides 25 centimeter and 10 centimeter carrying a current of 50 ampere is placed with its longer side parallel to the long straight conductor 2 centimeter apart carrying a current of 25 ampere. What is the net force on the loop? വേറെ ഒന്ന് ട്രൈ ചെയ്തേ. ഹിന്റ് എന്തെങ്കിലും വേണോ? വേണ്ടല്ലോ, എന്നാ ട്രൈ ചെയ്. ആദ്യം ഫിഗർ ഒന്ന് വരക്ക് കറക്റ്റ് ആയിട്ട്, എന്നാലും ശരിയാവും. കിട്ടിയാ? ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഫിഗർ വരക്കാനായിട്ട് ട്രൈ ചെയ്യാം. എങ്ങനെയാ ഫിഗർ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ കിട്ടും. ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ട്, ഒരു റെക്ടാങ്കുലർ ലൂപ്പ് തന്നിട്ടുണ്ട്. ലൂപ്പ് ഓഫ് സൈഡ്സ് 25 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. രണ്ട് സൈഡ്സും തന്നിട്ടുണ്ട്. ആൻഡ് ക്യാരിങ് എ കറന്റ് ഓഫ് 50 ആംപിയർ ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ലോങ്ങർ സൈഡ്. അപ്പൊ റെക്ടാങ്കുലർ ലൂപ്പ് ഇമാജിൻ ചെയ്യുക. അതിന്റെ ലോങ്ങർ സൈഡ് ഏതാണോ ആ ലോങ്ങർ സൈഡ് ക്യാരി ചെയ്യുന്ന കറന്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 15 ആംപിയർ. അപ്പൊ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വരക്കുക. ലൂപ്പിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട് 25, 10. അതിൽ ഏതാണോ ലോങ്ങർ സൈഡ് ആ ലോങ്ങർ സൈഡിൽ പാസ് ചെയ്യുന്ന കറന്റ് എത്രയാണ്? 15 ആംപിയർ. അത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈസ് പ്ലേസ്ഡ് വിത്ത് ലോങ്ങർ സൈഡ് പാരലൽ ടു ദ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ. അപ്പൊ ഏത് ആക്സിസ് ആണോ ആ ഒരു നമ്മൾ 15 ആംപിയർ മാർക്ക് ചെയ്തത് വിച്ച് ഇസ് പാരലൽ ടു എ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, ആ ആക്സിസ് ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിന് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിങ് conductor 2 centimeter apart carrying a current of 25 ampere. What is the net force on the loop? Okay, loopന്റെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫോഴ്സ് ഓൺ എ ബിയും വേണം,
ഒരു സൈഡും വേണം, അതുപോലെ ഫോഴ്സ് ഓൺ സി ഡിയും വേണം. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും കൂടെ സബ്ട്രാക്ഷൻ ചെയ്യണം, എന്നാലേ നെറ്റ് ഫോഴ്സ് കിട്ടുള്ളൂ. വലിയ ക്വസ്റ്റ്യൻ ആണ് കുറച്ച്, പക്ഷെ ചെയ്യണം. ഐഡിയ പറഞ്ഞു തന്നാൽ മതിയാ എങ്ങനെയാന്ന്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ആൻസറും പറഞ്ഞുതരാം, വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചോണ്ട് തന്നെ കുറെ നേരം നിൽക്കേണ്ടി വരും. എങ്ങനെയാ വരുന്നതെന്ന് മോഡൽ പറഞ്ഞു പോവാം, അല്ലെങ്കിൽ തീരില്ല. ഓക്കെ, ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് സൈഡ്സ് 25. ശ്രദ്ധിക്ക് ശ്രദ്ധിച്ചേ. A rectangular loop of sides 25 cm and 10 cm carrying a current of 50 ampere. അപ്പൊ തന്നെ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് എന്ത് ചെയ്യുക, ലൂപ്പ് ആലോചിക്കുക. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, അത് മനസ്സിലേക്ക് വരിക. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ട്. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഒരെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരെണ്ണത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇതൊക്കെ മൈൻഡിൽ വരണം, എന്നാലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഒരു സൈഡ് 25 സെന്റിമീറ്റർ, ഒരു സൈഡ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, വിച്ച് ഇസ് ക്യാരിയിങ് എ കറന്റ് ഓഫ് 50 ആംപിയർ ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ് ലോങ്ങർ സൈഡ്. അതായത് ഇതിന്റെ ലോങ്ങർ സൈഡ് ഏതാ, ഞാനിപ്പോ വരച്ചു വെച്ചിരിക്കുന്ന ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ലോങ്ങർ സൈഡ് ഏതാ, ഇതല്ലേ ലോങ്ങർ സൈഡ്. ആ ലോങ്ങർ സൈഡ് ക്യാരി ചെയ്യുന്ന കറന്റ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്, 15 ആംപിയർ. ഇപ്പൊ ഇതിന് I1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 15 ആംപിയർ ആണ് ക്യാരി ചെയ്യുന്നത്. മനസ്സിലായ? ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് എന്താ, 50 ആംപിയർ അത്രയും പറഞ്ഞു. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, വിത്ത് ഇറ്റ്സ് ലോങ്ങർ സൈഡ് പാരലൽ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഈ ലോങ്ങർ സൈഡ് ആണ് ആർക്ക് പാരലൽ ആയിട്ട് നിൽക്കുന്നത്, സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പാരലൽ ആയിട്ട് നിൽക്കുന്നത്. ലൂപ്പിനപ്പൊ നമുക്ക് വേണമെങ്കിൽ ABCD എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ദിസ് ലോങ്ങർ സൈഡ് ഈസ് പാരലൽ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പാരലൽ. ഞാൻ ഇപ്പൊ XY എന്ന് കൊടുത്തു, ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പാരലൽ ആണ്. പിന്നെ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്, 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ R1 ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഇത് ക്യാരി ചെയ്യുന്ന കറന്റ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്, 2 സെന്റിമീറ്റർ അപ്പാർട്ട് ക്യാരിങ് എ കറന്റ് ഓഫ് 25 ആംപിയർ. അപ്പൊ I2 കിട്ടി. ഓക്കെ, ഇനി അപ്പൊ നോക്കിക്കേ, ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഇത്രയും വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന്. ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സൈഡ്സ് എത്രയാന്നാ തന്നേക്കുന്നത്, ഈ സൈഡ് 25 സെന്റിമീറ്ററും അതുപോലെ ഈ സൈഡ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്, 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത്. ഒരെണ്ണം തന്നേക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ സൈഡ്സിന്റെ ലെങ്ത് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, കറന്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. റെക്ടാങ്കുലർ ലൂപ്പ്, അതായത് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിനായിരിക്കത്തില്ല മാർക്ക് പോണത്. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് ഫിഗർ വരച്ച് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക. അപ്പൊ നോക്കിക്കേ, ഇനി ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. A rectangular loop of sides 25 centimeter and 10 centimeter. ഇനി ശ്രദ്ധിക്കണ്ട. അപ്പൊ നമ്മൾ ഇതേ റെക്ടാങ്കുലർ ലൂപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. ലൂപ്പിന്റെ സൈഡ്സ് വന്നിരിക്കുന്നത് 25 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണോ പറഞ്ഞത് അതുപോലെ നമ്മൾ ഫിഗർ വരച്ച്. ഇനി അടുത്ത് വായിച്ചേ. ക്യാരിങ് എ കറന്റ് ഓഫ് 50 ആംപിയർ ഈസ് പ്ലേസ്ഡ് വിത്ത് ലോങ്ങർ സൈഡ്. അപ്പൊ ഏതാണോ ലോങ്ങർ സൈഡ്, ആ ലോങ്ങർ സൈഡ് ക്യാരി ചെയ്യുന്ന കറന്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, 15 ആംപിയർ. അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ലോങ്ങർ സൈഡ് ഈസ് പാരലൽ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ 2 സെന്റിമീറ്റർ അപ്പാർട്ട് ക്യാരിങ് എ കറന്റ് ഓഫ് 25 ആംപിയർ. അപ്പൊ ഏതാണോ ലോങ്ങർ സൈഡ്, ദാറ്റ് ലോങ്ങർ സൈഡ് ഈസ് പാരലൽ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പൊ നമ്മളൊരു കണ്ടക്ടർ വരച്ചു. ആ ലോങ് സൈഡും അതുപോലെ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R1 = 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ക്യാരി ചെയ്യുന്ന കറന്റ് 25 സെന്റിമീറ്റർ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ലൂപ്പ്. ഈ ലൂപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സസ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് പഠിച്ചിട്ടില്ലേ, അല്ലെ, ഫോഴ്സസ് ഡ്യൂ ടു 2 പാരലൽ കണ്ടക്ടേഴ്സ്. അപ്പൊ ഇതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് പെർപെൻഡിക്കുലർ, അതായത് ഇതിന് പാരലൽ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ സൈഡും നിൽക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇല്ല. പിന്നെ ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്, ഇതും അതുപോലെ AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും ആർക്ക് പാരലലാ, XYക്ക് പാരലൽ അല്ലേ. അപ്പൊ നമ്മൾ AB ന്ന് ഞാനിപ്പോ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് AB ആണെന്ന് വിചാരിക്കുക. AB ക്യാരി ചെയ്യുന്ന കറന്റ് I1 = 15 ആംപിയർ. ഓക്കെ, അടുത്തത് ഇവിടെയുള്ള കണ്ടക്ടർ ഏതാണ്, I2 = 25 ആംപിയർ. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ തന്നിരിക്കുന്നത്, R1 =
2 സെന്റിമീറ്റർ. ഇനി നമുക്കപ്പോ ഇതിലൂടെ എന്ത് കണ്ടുപിടിക്കാം? ഫോഴ്സ് ഓൺ എ ബി കണ്ടുപിടിച്ചൂടെ? ഇവര് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇക്വേഷൻ എന്താ വരാ? μ0/4π 2I1I2/r. അപ്പൊ നമുക്ക് അവിടെ ഇക്വേഷൻ എഴുതാം. F ഫോഴ്സ് ഓൺ എ ബി ജസ്റ്റ്, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് വരുമെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോഴ്സ് ഓൺ എ ബി പറഞ്ഞേ μ0/4π I1I2. I1ന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? I1ന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 15. μ0/4π 2 × 15 × 25 ഡിവൈഡഡ് ബൈ R1. R1ന്റെ വാല്യൂ എത്ര? 2. 2 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുക. 2 × 10⁻² ഇൻറ്റു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് പറഞ്ഞേക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ L വരും. അപ്പൊ നമ്മളിവിടെ അല്ലെങ്കിൽ ഫോഴ്സ് കണ്ടക്ടറിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടക്ടറിന്റെ ലെങ്ത് എത്ര? എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് എത്രയാ പറഞ്ഞേക്കുന്നത്? 25 സെന്റിമീറ്റർ. അപ്പൊ 25 × 10⁻². ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ തന്നെ അടുത്തതും സോൾവ് ചെയ്യുക. അടുത്തത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യുക. അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെടുക്കുക. സി ഡി ഇസ് പാരലൽ ടു XY. അപ്പൊ അടുത്ത ഇക്വേഷൻ കിട്ടും. മനസ്സിലായ? സി ഡി പാരലൽ ടു എങ്ങനെയാവും? XY ആവും. അപ്പൊ അടുത്ത ഇക്വേഷൻ കിട്ടും. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഫോഴ്സ് കിട്ടി. രണ്ട് ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രണ്ട് ഡയറക്ഷനിലല്ലേ പോകുന്നത്? സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുക? നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇത് വരച്ചത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെയും ഒരു കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെയും ഒരു കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ കണ്ടക്ടർ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ വിച്ച് ഇസ് പാരലൽ ടു ദ സ്ട്രെയിറ്റ് കണ്ടക്ടർ XY. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഓൺ എ ബി ഈക്വൽ ടു μ0/4π 2I1I2 ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L എന്ന് എഴുതി വെച്ചോട്ടെ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L. ഓക്കെ, അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അത് കിട്ടും. ഇനി അടുത്ത എന്താ ചെയ്യുക? അതുപോലെ തന്നെ ഇതും അടുത്ത കണ്ടക്ടറാ, സി ഡി എന്ന് പറയുന്ന കണ്ടക്ടർ. സി ഡിയും എന്ത് തന്നെയാ? ഇതുപോലെ തന്നെ XYക്ക് എന്തായിട്ടാണ് നിൽക്കുന്നത്? പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടക്ടറിന്റെ ഈ ഒരു ലൂപ്പിന്റെ എല്ലാ കണ്ടക്ടറിന്റെയും ഫോഴ്സ് കണ്ടുപിടിക്കണമെന്ന് ആലോചിക്കും. പക്ഷെ ഇത് രണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലായില്ല? എ ഡിയും സി ബിയും എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് പെർപെൻഡിക്കുലർ പാരലൽ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്ത് വെച്ചത്? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചത്. അപ്പൊ എന്ത് ചെയ്യുക? അടുത്തത് സി ഡി ഇസ് പാരലൽ ടു XY. ആ കണ്ടീഷനിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ വരും? FCD ഈക്വൽ ടു μ0/4π. സെയിം തന്നെ, അതേ രീതിയിൽ തന്നെ സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അപ്പൊ ബാക്കിയെല്ലാം കിട്ടും. ഇനി ലെങ്ത് എത്ര വരും? R2ന്റെ ലെങ്ത് എത്ര വരും? ഇതേ നോക്കിക്കേ, ഇവിടം തൊട്ട് R2 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് എന്താ? 10. പിന്നെ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 2. അപ്പൊ ടോട്ടൽ ലെങ്ത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര വരും? 12. അപ്പൊ R2ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 12 കൊടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടും. രണ്ട് ഫോഴ്സ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് വേണ്ടത് ടോട്ടൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് വേണം. നെറ്റ് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടും. ആൻസർ ഒന്ന് സൈഡിൽ എഴുതി വെച്ചേക്കട്ടെ. ഇത് സോൾവ് ചെയ്ത് എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകെ വ്യത്യാസം വരുന്ന എവിടെയാ വ്യത്യാസം വരുന്നത്? R1 R2 മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് ചെയ്യണം. μ0/4π 2 × 15 × 25 ഡിവൈഡഡ് ബൈ 12 × 10⁻² ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ 50 അല്ല, സോറി 25. രണ്ടും കൂടി സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സിന്റെ ആൻസർ എഴുതി വെച്ചു. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യും കേട്ടോ. ഇനി നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരും. നെറ്റ് ഫോഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആഡ് ചെയ്യാം. രണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഏത് സബ്ട്രാക്ട് ചെയ്യും? ഏതാണോ വലിയ ഫോഴ്സ് അത് നമുക്കിപ്പോ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ആൻസർ കിട്ടുമല്ലോ. ഇതിപ്പോ ഏകദേശം സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. 9 പോയിന്റ് സംതിങ് വരും, ഇത് 1 പോയിന്റ് സംതിങ് വരും. അപ്പൊ എന്ത് ചെയ്യാ? നെറ്റ് എടുക്കുമ്പോഴത്തേക്കും 9 പോയിന്റ് സംതിങ് മൈനസ് 1 പോയിന്റ്. അപ്പൊ ആൻസർ ഏകദേശം 8 പോയിന്റ് അടുത്തായിട്ട് വരും. ഓക്കെ, 8 പോയിന്റ് ഓർ 7.9
അത്രയും വരും. അപ്പൊ സൈഡിൽ ആൻസർ എഴുതി വെച്ചോ. സോൾവ് ചെയ്ത് എനിക്ക് അടുത്ത ക്ലാസ്സിൽ കാണണം കേട്ടാ. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ആ സോൾവ് ചെയ്യണതിൽ പോവരുത്. ഇത്രയും കിട്ടും എന്ന് വെച്ചാൽ ഇവിടം വരെ എത്തണതിൽ തന്നെ അത്യാവശ്യം മാർക്ക് ഉണ്ട്. ഫിഗർ വരക്കണതിന് മാർക്ക് ഉണ്ട്. ഫിഗർ വരച്ചത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ആൻസർ ഫൈനൽ ആൻസർ ആണ്. നെറ്റ് ഫോഴ്സ് ആണ്. നെറ്റ് ഫോഴ്സ് 7.8 into 10⁻⁻⁴. ഞാൻ ഒരു കാര്യം ചെയ്യാം, സെയിം ക്വസ്റ്റ്യൻ ഒരെണ്ണം തരട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഹോംവർക്ക് ആയിട്ട് എഴുതിക്കോട്ടാ. സെയിം ടൈപ്പ് തന്നെ, ഇക്വേഷൻ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയേ. Two very long straight parallel wires. Two very long straight parallel wires A and B. Two very long straight parallel wires A and B carry currents of 10 ampere and 20 ampere, 10 ampere and 20 ampere respectively, and are at a distance 20 centimeter apart, and are at a distance 20 centimeter apart as shown in the figure. 20 centimeter apart as shown in the figure. If a third wire C, first one A and B എന്നല്ലേ എടുത്തത്. If a third wire C bracket length 15 centimeter, having a current of 10 ampere, is placed between them, having a current of 10 ampere is placed between them, then how much force will act on C? The direction of current in all the three wires, are same. ആ ഫിഗർ ഒന്ന് വരച്ചെടുത്തോ.
ഇത് ചെയ്തിട്ട് വന്നോട്ടോ. ഒരു ഹോംവർക്കേ ആയിട്ടുള്ളൂ ഇനി തന്നെ. എടാ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ഒരു ഇലക്ട്രോൺ മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് വെലോസിറ്റി, അത് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബോർഡ് എക്സാമിന്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ക്വസ്റ്റ്യൻ. കൊള്ളാന്ന് പറഞ്ഞാൽ അടുത്ത അപ്പൊ ആലോചിക്കണം, അതാ പ്രശ്നം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. An electron beam passes through a magnetic field. An electron beam passes through a magnetic field of 2 into 10 raised to minus 3. Magnetic field of 2 into 10 raised to minus 3 Weber per meter square. വെബർ അല്ലേ നിങ്ങൾ പഠിച്ചേക്കുന്നത്, ടെസ്ലയായിരിക്കും അല്ലേ? ഏതെങ്കിലും എഴുതിക്കോ, ഏതായാലും പ്രശ്നമില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2 into 10 raised to minus 3 Weber per meter square and an electric field of 3.4 into 10 raised to 4 and an electric field of 3.4 into 10 raised to 4, both acting simultaneously. If the path of the electron remains undeviated, calculate the speed of the electron. If the electric field is removed, what will be the radius of the circular path? Mass of an electron അറിയാലോ, 9.1 into 10 raised to minus 31 kilogram. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. What will be the radius of the circular path? സർക്കുലർ പാത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലേക്ക് ഒന്ന് എത്ത്. എന്താ പറഞ്ഞേക്കുന്നത്? ആൻ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും തന്നിട്ടുണ്ട്. ഇത് ആലോചിക്കണം. നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ് ഈ വരുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും വന്നിട്ടുണ്ട്. വെലോസിറ്റി സെലക്ടർ ആണ് അവിടെ വരുന്നത്. വെലോസിറ്റി സെലക്ടറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എന്താ കണ്ടുപിടിക്കണം? വെലോസിറ്റി സെലക്ടറിന്റെ ഇക്വേഷൻ വെച്ച് വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് കണ്ടത് ഇവിടെ ശ്രദ്ധിച്ച്, an electron beam passes through a magnetic field B equal to 2 into 10 raised to minus 3 and magnetic field 2 into 10 raised to minus 3 and electric field 3.4 into 10 raised to 4, both acting simultaneously if the path of the electron remain undeviated. അതായത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാത്തിലേക്ക് ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഇലക്ട്രോൺ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഫോഴ്സ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇലക്ട്രോൺ കയറി എന്ന് വിചാരിക്കുക. അവിടെ എന്തൊക്കെ ഫോഴ്സ് വരും ആ ഇലക്ട്രോണിന്? മാഗ്നറ്റിക് ഫോഴ്സും വരും, പ്ലസ്
ഇലക്ട്രിക്കൽ ഫോഴ്സും വരും അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സും വരും ഇലക്ട്രിക്കൽ ഫോഴ്സും വരും. ഇനി അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടില്ലേ, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, എഫ് ഇസ് ഈക്വൽ ടു, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ച, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി അല്ലേ പഠിച്ചത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, ഇ അല്ലേ. അപ്പൊ നമ്മളിപ്പോ എന്തെന്ന് എഴുതാം, നെഗറ്റീവ് ഇ വി ബി എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഈക്വൽ ടു ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ, ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ, അത്രക്കൊന്നും പോലെ ബേസ് ആയിട്ട് പറഞ്ഞ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചേ, എഫ് ബൈ ക്യൂ. എഫ് ബൈ ക്യൂ എന്നല്ലേ പഠിച്ചത്. അവിടെ നിന്ന് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചേ, ക്യൂ ഇ അല്ലെ. ഇതൊരു ഡെറിവേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ്, അപ്പൊ ഒരു ഇലക്ട്രോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഇലക്ട്രോണിന് എന്തൊക്കെ വരും, മാഗ്നറ്റിക് ഫോഴ്സും വരും പ്ലസ് ഇലക്ട്രിക് ഫോഴ്സും വരും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. ഇനി ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ അപ്പൊ എന്താ കിട്ടിയേ, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ. ഇവിടെ ക്യൂവിന്റെ വാല്യൂ എന്താ, ഇവിടെ ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് ഇ. അപ്പൊ നെഗറ്റീവ് ഇ എന്ന് തന്നെ കൊടുക്കുക. അപ്പൊ രണ്ട് ഇക്വേഷൻ, അപ്പൊ ഫോഴ്സിന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇലക്ട്രോണിന് തന്നെ മാഗ്നറ്റിക് ഫോഴ്സും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും വന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫോഴ്സും വന്നിട്ടുണ്ട്. രണ്ട് ഫോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതാണ് വെലോസിറ്റി സെലക്ടറിന്റെ ഇക്വേഷനിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതിക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു എത്രയാണെന്ന് തന്നേക്കുന്നത്, 2 × 10⁻³ വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് തന്നേക്കുന്നത്, ഓക്കെ. ഇനി എന്ത് ചെയ്യാ, അപ്പൊ നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇ വി ബി ഈക്വൽ ടു നെഗറ്റീവ് ഇ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും, നമുക്ക് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, വി കണ്ടുപിടിക്കല്ല. വി ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്ന്, വി ഈക്വൽ ടു ഇ ബൈ ബി. ഇവിടെ നിന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വിയുടെ വാല്യൂ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ക്വസ്റ്റ്യൻ, ബാക്കി ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ് വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്തിരിക്കട്ടെ, ഈ ഒരു പാത്തിൽ രണ്ടും ഉണ്ട്. നോക്കിക്കേ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലാവണ്ട, ഈ ഒരു പാത്തിൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് പ്ലസ് എന്തും ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഈ പാത്തിലേക്ക് ഇലക്ട്രോൺ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് എന്തൊക്കെ ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും ഇലക്ട്രിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്, വിയുടെ വാല്യൂ വരെ എത്തി. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് റിമൂവ് ചെയ്യണമെന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചേ, ആ ഇലക്ട്രോൺ എന്ത് പാത്ത് ഫോളോ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, അൺഡീവിയേറ്റഡ് ആവും. അൺഡീവിയേറ്റഡ് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും പിന്നെ വരുന്ന പാത്ത് എന്താണ്, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചേ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. അപ്പൊ ആലോചിക്കുക, അവിടെ അടുത്ത ഹിന്റ് ആണ് തന്നേക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇലക്ട്രോൺ അപ്പൊ ഏത് പാത്ത് ആകും, എന്ത് പാത്തിലേക്ക് പോകും, സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഡയറക്റ്റ് തരില്ലെങ്കിലും ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതായത് വരുന്ന ഇലക്ട്രോൺ എന്താവുന്നത്, സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കപ്പോ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഇ വി ബി ഈക്വൽ ടു സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ. അപ്പൊ അതുകൂടി ആലോചിക്കുക. ഇവിടെ ഇപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, പിന്നെ പ്ലസ് ഇനി ഒരു ഇലക്ട്രോൺ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അതിന് എന്ത് ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക, ഇതൊക്കെ വിട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, എഫ് ഈക്വൽ ടു mv²/r അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്യാത്ത കേസാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ പഠിച്ച 3 കേസ് നമ്മൾ പഠിച്ചില്ലേ, ഇലക്ട്രോൺ ഏതൊക്കെ ഹെലിക്കൽ പാത്ത്, സർക്കുലർ പാത്ത് ഒക്കെ ഫോളോ ചെയ്യുന്നു പറഞ്ഞില്ലേ. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺ സർക്കുലർ പാത്ത് ഫോളോ ചെയ്തു. അപ്പൊ അതിനൊരു റേഡിയസ് ഉണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായ, ആ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുറച്ചൊന്ന് ചിന്തിക്കണമെന്നുള്ളൂ, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ റേഡിയസ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് മാറ്റി ബാക്കിയുള്ള ഇ വി ബി ഈക്വൽ ടു, അപ്പൊ സർക്കുലർ പാത്തിൽ ഫോളോ ചെയ്യുന്ന ഇലക്ട്രോണിന് എന്ത് ഫോഴ്സ് കൂടി എക്സ്പീരിയൻസ് ചെയ്യും, സെൻട്രിപിറ്റൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ mv²/r. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. വി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്തെഴുതി റേഡിയസിന്റെ ഇക്വേഷൻ ഫോർമാറ്റ് ചെയ്ത് എന്നിട്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ബാക്കി. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചേ, വി നമുക്ക് എവിടെ നിന്ന് കിട്ടും, വി ഒരെണ്ണേ കട്ടായിട്ടുള്ളൂ, വി അവിടെ ഉണ്ട്. വി എവിടെ നിന്ന് കിട്ടും,
ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കും. ഇയും ബിയും തന്നിട്ടുണ്ട്, അതിന്റെ ബേസിൽ എന്ത് കണ്ടുപിടിക്കുക? വി കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിന്റെ വാല്യൂ അറിയാലോ, 9.1 × 10⁻31. ഇയുടെ വാല്യൂ അറിയാലോ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. റേഡിയസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഫൈനൽ ആൻസർ ഞാൻ പറയാം. എടാ ഇതൊന്ന് സോൾവ് ചെയ്തെന്ന ആൻസർ കണ്ടുപിടിക്കാം. എന്തായാലും ഇത് കുഴപ്പമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇയും ബിയും തന്നിട്ടുണ്ട്, അത് വെച്ച് വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ വി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇക്വേഷൻ ഫോർമാറ്റ് ചെയ്യും. ഇ ബി ഈക്വൽ ടു എം വി ബൈ ആർ, ആർ ഈക്വൽ ടു എം വി ബൈ ഇ ബി. ആദ്യം വിയുടെ വാല്യൂ ഒന്ന് പറയട്ടെ. വിയുടെ വാല്യൂ എത്ര? 1.7 × 10⁻7. ഓക്കെ, കറക്റ്റാ. ഇനി അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത റേഡിയസിന്റെ വാല്യൂ കണ്ടുപിടിച്ച വേണം. -10⁻7. -3 +3, അപ്പൊ പിന്നെ എന്താ 10⁻7 ആയില്ലേ? 4 + 3 എത്ര? വലിയ പ്രോബ്ലം ഒക്കെ ചെയ്ത് 4 + 3 ഒക്കെ പോവാൻ തുടങ്ങിയ. അതായത് നീ കറക്റ്റ് ആൻസർ ആണല്ലോ നീ പറഞ്ഞത്. 4 + 3 ആഡ് ചെയ്തിട്ട് അവന് 10 കിട്ടിയത്. എന്നോട് പറഞ്ഞത് 7. നീ തന്നെയല്ലേ എനിക്ക് വാല്യൂസ് വായിച്ച് പറഞ്ഞു തന്നത്, ബുക്ക് നോക്കി. അല്ല, നീ വായിച്ചത് 10⁻4, ഞാൻ എഴുതിയത് 10⁻4. പിന്നെ അത് 7 പോലെ നിനക്ക് തോന്നിയതാ. -0.4 4.8 സെന്റിമീറ്റർ. 8 ഉണ്ടാവൂടെ? ഇനി കാര്യം ചെയ്യും, ഞാൻ ചാപ്റ്റർ ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞുതരാം. പ്രോബ്ലം ഇപ്പൊ ഞാൻ തരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഇല്ലേ, അങ്ങനത്തെ വേണം നോക്കാൻ. പിന്നെ മൂവിങ് കോയിലും കൂടെ ഒന്ന് നോക്കിക്കോളാം. അത് ഞാൻ ബുക്കിൽ നേരത്തെ ചെയ്യിപ്പിച്ച മോഡൽ എന്തെങ്കിലും നോക്കിയാൽ മതി. വലുതായിട്ട് വരില്ല. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മറ്റേ നമ്മുടെ ആ റെക്ടാങ്കുലർ ലൂപ്പ് ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറെ വരാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പല ടൈപ്പിൽ ചോദിക്കും. അതിപ്പോ നമ്മൾ പറഞ്ഞ രീതിയിലായിരിക്കില്ല, ചിലപ്പോ അതേ വയറ് തന്നെ എവിടെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് നമ്മളിപ്പോ വരച്ച ലൂപ്പ് ഇങ്ങനെയല്ലേ, അതായത് ഇപ്പൊ ലോങ്ങർ സൈഡിന് പാരലൽ ആയിട്ടാണ് എന്ത് വരച്ചത്, നമ്മള് സ്ട്രെയിറ്റ് കണ്ടക്ടർ പ്ലേസ് ചെയ്തെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ഇപ്പൊ ലൂപ്പ് എന്നുണ്ടെങ്കിൽ ലോങ്ങർ സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ XY കൊണ്ടുവന്ന് വെച്ചത്. ഇനി നേരെ തിരിച്ച് ഇതേ ക്വസ്റ്റ്യൻ തന്നെ
ചിലപ്പോൾ ഷോർട്ടർ സൈഡിന് പാരലൽ ആയിട്ടായിരിക്കും എന്തിരിക്കുക, എക്സ് വൈ ഇരിക്കുക എന്ന് വിചാരിക്കുക. ഷോർട്ടർ സൈഡിന് പാരലൽ ആയിട്ടാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫോഴ്സ് എടുക്കണം? അപ്പോ എ ബി സി ഡി. ഇങ്ങനെയാണെങ്കിൽ ബി സിയും എടുക്കണം, ഫോഴ്സ് ഓൺ ബി സി എടുക്കണം, അതുപോലെ തന്നെ ഫോഴ്സ് ഓൺ എ ഡി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ? നെറ്റ് കണ്ടുപിടിക്കുക. പല ടൈപ്പ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് വേണം പോവാൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുള്ളതാണ് ഈ ഫോഴ്സിന്റെ ടൈപ്പിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതൊക്കെ പിന്നെ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലേ വരുള്ളൂ. ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, അങ്ങനത്തെ കേസ്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് പല ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഈ ബുക്കില്ലേ, മറ്റേ സ്പൈറൽ ബൈൻഡ് ചെയ്ത ബുക്കില്ലേ, അതിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പിന്നെ ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലല്ല, ഒരു പ്രാവശ്യം ചോദിച്ചെന്ന് പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത്. ആ ഇലക്ട്രോൺ വെലോസിറ്റിയുടെ ട്രാജക്ടറി പാത്ത്. പക്ഷെ ഇതും കൂടെ നോക്കിക്കോളണം കേട്ടാ. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ പഠിച്ചിട്ട് വരാമെന്നും കൂടെ ഒന്ന് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുവോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് പഠിക്കുവോ? ഓൾട്ടർനേറ്റിംഗ് കറന്റ് പഠിക്കാം. കുറച്ച് വലിയ ചാപ്റ്റർ അല്ലേ, പറഞ്ഞുതരാം. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഒന്ന് നോക്കിയിട്ട് വന്നോട്ടാ. ജസ്റ്റ് ആ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് നോക്കുക എങ്ങനെയാന്ന്. ഡെറിവേഷൻ നോക്കുക. LCR സർക്യൂട്ട് മെയിൻ ആയിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. പിന്നെ പവർ ഇൻ LCR സർക്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഡെറിവേഷൻസ് നോക്കിക്കോളാം. മെറ്റീരിയൽ തന്നെ ഇതും കൊണ്ടിരിക്കാനാണെങ്കിൽ കുറെ ടൈം ഉണ്ടാവും. പക്ഷെ നോക്കിക്കേ, പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഇതും വെച്ചിരിക്കാനാണെങ്കിൽ കണ്ട മണിക്കൂറുകളോളം ഇരിക്കാനുള്ളതുണ്ട്. ഒരു പേജും വെച്ചിരിക്കാനാണെങ്കിൽ കുറെ നേരം ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കാതെ നമുക്ക് കണ്ടന്റ് തീർക്കാൻ നോക്കാം. ഒരു 2 മണിക്കൂറിനുള്ളിൽ ചാപ്റ്ററിന്റെ തിയറി എല്ലാം പഠിച്ചു തീർക്കാൻ മാക്സിമം നോക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. 2, 3, 4 മണിക്കൂറൊന്നും വെച്ചോണ്ടിരിക്കരുത്. അത്രയും തിയറി ഒന്നും ഇല്ല. ഞാനൊക്കെ എന്റെ തലകറങ്ങാനാണ് കാലത്തൊക്കെ വെച്ച്. ഓക്കെ, അപ്പൊ അത്ര ഒന്നും ഇല്ല. ജസ്റ്റ് 2 മണിക്കൂർ, അതിന് അപ്പുറത്തേക്ക് പോകരുത്. അതിനുള്ളിൽ പഠിച്ചു തീർക്കാൻ നോക്കും. മെയിൻ കണ്ടന്റ്സ് ഫസ്റ്റ് തന്നെ ടോപ്പിക് എല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏതൊക്കെ ടോപ്പിക്കാ പഠിക്കാനുള്ളത്? ബയോട്ട്-സാവാർട്ട്സ് ലോ നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബയോട്ട്-സാവാർട്ട്സ് ലോയുടെ ഇക്വേഷൻ അപ്പൊ തന്നെ പറയുമ്പോ ഇക്വേഷൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി പോവാ. ബയോട്ട്-സാവാർട്ട്സ് ലോ പഠിക്കണം. ബയോട്ട്-സാവാർട്ട്സ് ലോ വായിക്കുമ്പോ തന്നെ അതിന്റെ കേസുകളും കൂടെ നോക്കി പോവുക. അതവിടെ കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കരുത്. കണ്ടന്റ് ഓർത്ത് വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇസ് ഡയറക്ട്ലി കറന്റ് ക്യാരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ. അത് മാത്രം നോക്കി വെക്കുക. അതിന്റെ കേസും നോക്കി വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, വെക്ടർ ഫോം ഓഫ് ബയോട്ട്-സാവാർട്ട്സ് ലോ. ഇത് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് വാട്ട് ഈസ് ബയോട്ട്-സാവാർട്ട്സ് ലോ എന്ന് ചോദിക്കില്ല, വെക്ടർ ഫോം ചോദിക്കാറുണ്ട്. അത് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് നോക്കുക. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ദ സർക്കുലർ കോയിൽ. ഇതിൽ നിന്ന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ 4 മാർക്കിനൊക്കെ ചോദിക്കില്ലേ, അത് ഈ ഡെറിവേഷൻ ആണ് കൂടുതലും കണ്ടുവരിക. പിന്നെ ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ ആംബിയർ സർക്യൂട്ട് അല്ലോ, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ്. ഇതൊക്കെ ജസ്റ്റ് ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. ഇതൊന്നും നമുക്ക് ഡെറിവേഷൻ ഇല്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോക്കി വെക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് പഠിച്ചു പോയേക്ക, ജസ്റ്റ് നോക്കി പോയാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സോളിനോയിഡ് പഠിക്കുക, ടോറോയിഡ് പഠിക്കുക. ടോറോയിഡിന്റെ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ വരാ? സോളിനോയിഡിനെ റൗണ്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ടോറോയിഡ് വരാം. അതൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ ട്രജക്ടറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ട്രജക്ടറി കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം? കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം ബോർഡ് എക്സാമിന് ചോദിച്ചതാ. ട്രജക്ടറിയുടെ ഒരു പ്രോബ്ലം ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ കണ്ടീഷൻ തന്നിട്ട് എഴുതാനുണ്ടായിരുന്നു. ട്രജക്ടറി 3rd കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു വന്നത്, ഹെലിക്കൽ പാത്തിന്റെ കാണിക്കാനായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കപ്പോ ഡെറിവേഷൻ ഉണ്ടാവും. മറ്റേതിന് ഡെറിവേഷൻ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഡെറിവേഷൻ അല്ലടാ, റേഡിയസ് ടൈം പീരീഡ് അത് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ലോറൻസ് ഫോഴ്സ് എന്താണെന്നറിയാല. പിന്നെ വെലോസിറ്റി സെലക്ടർ. വെലോസിറ്റി സെലക്ടർ എന്താ? വെലോസിറ്റി സെലക്ടർ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവില്ല. ഏതാ വെലോസിറ്റി സെലക്ടർ? ഇപ്പൊ പഠിച്ചത് V is equal to E/B, അതാണ് വെലോസിറ്റി സെലക്ടർ. സൈക്ലോട്രോൺ ഇല്ല, മെറ്റീരിയൽ സൈക്ലോട്രോൺ കൊടുത്തിട്ടുണ്ട്, ഓർമ്മയില്ലാതെ അത് പഠിച്ചു വെക്കരുത്, അതില്ല. പിന്നെ നോക്കേണ്ടത് പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. പിന്നെ മൂവിംഗ് കോയിൽ. ഇതൊക്കെ സിമ്പിൾ ആ, വെറുതെ വായിച്ചു വിടാനേ ഉള്ളു, വലിയ ചാപ്റ്റർ അല്ല. പക്ഷെ കണ്ടന്റ് കുറച്ച് ഉണ്ടെന്നേ ഉള്ളു. എന്നാലും ആ ടോപ്പിക് വൈസ് അങ്ങ് നോക്കി തീർത്ത് വെച്ചേക്കണം. ഇന്ന് തന്നെ പോയിട്ട് പഠിച്ചു തീർക്കോ ഈ ചാപ്റ്റർ?